ഹലോ ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുഞ്ഞൻ വീഡിയോ ആണ്. ഓണം പ്രമാണിച്ച് എല്ലാ വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് നമുക്കൊരു തോരൻ ഉണ്ടാക്കാം. ഞാനിത് 3-4 വെജിറ്റബിളേ എടുത്തിട്ടുള്ളൂ. 3 വെജിറ്റബിളാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ എണ്ണ അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ കടുക്, മുളക്, ഉഴുന്ന്, അതുപോലെ കുറച്ച് കടലപ്പരിപ്പ്, കറിവേപ്പിലയൊക്കെ ഇട്ട് ഒന്ന് കടുക് വറുത്തെടുക്കുന്നുണ്ട്. അത് നല്ലോണം പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് വെജിറ്റബിൾസ് അരിഞ്ഞു വെച്ചതെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പച്ചക്കായ, കോവയ്ക്ക, പയർ, അതുപോലെ തന്നെ ക്യാരറ്റും കൂടാണ്. 4 എണ്ണം ഉണ്ട് കേട്ടോ. 4 വെജിറ്റബിൾസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതൊക്കെ വെജിറ്റബിൾ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇത് വറുത്ത് വരുന്ന സമയത്ത് ഈ വെജിറ്റബിൾ എല്ലാം കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ട് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. കാരണം ഒരുപാട് വെള്ളം ഒഴിക്കണ്ട. ഇതിൽ നിന്നൊക്കെ കുറേശ്ശെ വെള്ളം ഇറങ്ങുമല്ലോ, കോവയ്ക്കയിലൊക്കെ കുറച്ച് വെള്ളം ഉണ്ടാവും. അപ്പോൾ അത് അങ്ങനെ ഇട്ട് നന്നായിട്ട് വേവിച്ചെടുത്ത് അതിനൊരു അരപ്പും ഇട്ടാൽ നമ്മുടെ തോരൻ റെഡിയാവും. വളരെ ടേസ്റ്റിയുള്ള ഒരു വിഭവമാണ്. ഈ പയറൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് 1 സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കുറച്ച് വെള്ളവും ഒഴിച്ച് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. അരപ്പിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു പിടി തേങ്ങയും അതുപോലെ ഒരു പച്ചമുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ. ചിലർ ഇതിൽ ഉള്ളി അതുപോലെ ജീരകമൊക്കെ ചേർക്കാറുണ്ട്. ഇവിടെ അതൊന്നും ചേർക്കുന്ന വലിയ താല്പര്യമില്ല. പച്ചക്കറിയുടെ സ്വാദ് പോകുമെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ വെള്ളം ഒഴിച്ച് നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കണം. അരപ്പിനായിട്ട് തേങ്ങയും പച്ചമുളകും മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ചതച്ചെടുത്താൽ മതിയാകും. അങ്ങനെ ഇത് വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് വന്ന സമയത്ത് ഈ അരപ്പും കൂടി ഇട്ട് ഈ അരപ്പും കൂടെ ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്